ഗൈസ്, നിങ്ങളുടെ ചാനലിൽ വ്യൂസ് ഇൻക്രീസ് ആയി വരണമോ? നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ലോക്കാണ് എന്നുണ്ടെങ്കിൽ അത് അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ആദ്യമേ തന്നെ പറയട്ടെ, സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസിൽ വ്യൂസ് വരണോ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക. കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു 5 ടിപ്സാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കൃത്യമായിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകും. 100% ഗ്യാരണ്ടിയാണ് ഈ കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന ഈ 5 ട്രിക്സ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അതിന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഫലം നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അതേപോലെ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ HD ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്. നമ്മൾ മാക്സിമം എത്ര HD ക്വാളിറ്റി 4Kയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ അടിപൊളിയായിട്ട് തന്നെ വീഡിയോ ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വീഡിയോയിലല്ല, നമ്മൾ മറിച്ച് നമ്മളുടെ തമ്പനെയിലാണ് ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ ചെലവഴിക്കേണ്ടത്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളുടെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കാണിക്കുക നമ്മളുടെ തമ്പനെയിലാണ്. ഈ തമ്പനെയിൽ എത്രത്തോളം ബെറ്ററാണോ അത്രത്തോളം നമുക്ക് ക്ലിക്ക് ലഭിക്കുന്നതാണ്. ഈ ക്ലിക്ക് ലഭിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇംപ്രഷൻ വർദ്ധിച്ച് അത് നമ്മളുടെ ചാനൽ നമ്മളുടെ വീഡിയോ വൈറലാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ചെയ്യുന്നതിനേക്കാൾ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് അടിപൊളി തമ്പനെയിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ പോകേണ്ടത്. അതേപോലെ തന്നെ നാലാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മൾ വീഡിയോ ചെയ്യുന്നതോടൊപ്പം തമ്പനെയിൽ അടിപൊളിയാക്കുന്നതോടൊപ്പം അതിൻ്റെ ടൈറ്റിൽ കൂടി അടിപൊളിയാക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചാൽ, നമ്മളുടെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തമ്പനെയിലിന് അനുയോജ്യമായിട്ടുള്ള ടൈറ്റിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളുടെ വീഡിയോയിൽ ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് വരും. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ വെറുതെ പറയുന്നതല്ല. എനിക്ക് നിങ്ങളോട് കള്ളത്തരം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ വ്യൂസ് വരും. അപ്പം ഇതിൽ 5ാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, അതും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ടാഗ് കൊടുക്കുന്നത്. ഈ ടാഗ് കൊടുക്കുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളുടെ വീഡിയോ സെർച്ചിലേക്ക് പോകുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ നല്ല സെർച്ചബിൾ ആയിട്ടുള്ള ടാഗുകൾ നമ്മളുടെ വീഡിയോയിലും നമ്മളുടെ ടാഗായിട്ടും അത് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലും അത് നമ്മളുടെ തമ്പനെയിലും കൂടി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ 100% അടിപൊളിയായിട്ട് വൈറലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇതൊന്നും സാധിക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ വീഡിയോ വൈറലാകാത്തത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 5-10 വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഈ 5 ടിപ്സും നിങ്ങൾ മാക്സിമം എത്രത്തോളം അടിപൊളിയാക്കി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അടിപൊളിയാക്കി ചെയ്യുക. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1-2 ആഴ്ച വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ചാനൽ അടിപൊളിയായിട്ട് വൈറലായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഫസ്റ്റ് ചാനലിൽ ഞാൻ ഈ ട്രിക്കുകളൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ സെക്കൻഡ് ചാനലിൽ ഈ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ട്രിക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.